വെൽക്കം ബാക്ക് ടു സാൻ 40 ടോക്ക്. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു. ഒരു പക്ഷേ നിങ്ങൾക്ക് അടുത്ത വർഷം മാവേലി എന്നുള്ള ആ ഒരു പദവി അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മനസ്സിലായി? ബിക്കോസ് ഇപ്പോൾ മാവേലി ആകുന്നതിലുള്ള ആ ഒരു സന്തോഷവും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കിയതിന് ശേഷം ഇനി അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചക്രവർത്തിയുടെ ഒരു റിപ്ലൈ എന്തായിരിക്കും? അത് നമുക്ക് രണ്ട് വിധത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഓഫ് കോഴ്സ് ആ ഒരു 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 സങ്കടം തോന്നും, എൻ്റെ കയ്യിൽ നിന്ന് അത് പോയല്ലോ എന്നുള്ളത്. പക്ഷെ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുകയാണ്, പോസിറ്റീവ് ആംഗിൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾക്കും കൂടെ അതിന് അവസരം കിട്ടുമല്ലേ. ആ ഒരു സന്തോഷം മറ്റൊരാളും കൂടി അതിന് നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷം മറ്റൊരാളും കൂടെ അനുഭവിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളത് സ്വീകരിക്കും. നമ്മളൊരിക്കലും ഇപ്പം ഈ പറഞ്ഞ സംഘടനയെ തന്നെ അവിടെ ഒരു ഇങ്ങനെ ഒരു പാർട്ടീഷൻ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് ഈക്വൽ ഫോർ ഓൾ. ഇപ്പം എന്നോടിപ്പോൾ വന്നിട്ട് ചോദിക്കുകയാണ്, ജോണെ ഈ വർഷം ഒന്ന് അവിടെ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി ടു. ഞാൻ ലൈക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. ബിക്കോസ് അവിടെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഒരിക്കലും കസേരയ്ക്ക് വേണ്ടി താല്പര്യം കാണിക്കാത്തൊരു മാവേലിയാണ് നമുക്ക്. ചില ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഈ പരിപാടി ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരു ഓണം ആഘോഷം എന്ന് പറഞ്ഞ ഉത്സവമാണ് ഇവിടുത്തെ. അതൊരു വെരി വാലിഡ് പോയിന്റ്. നമ്മൾ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഓഡിയൻസിന്റെ അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് നമ്മളെപ്പോഴും ഗൗരവമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരൊപ്പം പോയി ഇരിക്കാനോ പരിപാടി ആസ്വദിക്കാനോ ഒരു കമന്റ് പറയാനോ ഒന്നും പറ്റൂല. മാവേലി ഗൗരവമായിട്ടിരിക്കണം എന്ന് ആരാണ് പറഞ്ഞത്? മാവേലിക്ക് സന്തോഷിച്ചുകൂടെ? സ്വന്തം പ്രജയെ കാണുന്ന വർഷത്തിൽ ഒരു ദിവസം ആനുവൽ ലീവിൽ തിരിച്ചു വന്നിട്ട് റെസിഡൻസ് വിസ അടിച്ചതാ പാതാളത്തിൽ. ആനുവൽ ലീവിൽ തിരിച്ചു വന്നിട്ട് പ്രജയെ കാണുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടേ? സന്തോഷിക്കുകയാണെങ്കിൽ ഒരു ചക്രവർത്തിയുടെ ഒരു ഗൗരവം, സ്വാഭാവികമായ ഗൗരവം ഉണ്ടായിരിക്കണം. മറ്റൊന്നുണ്ട്, ഒരു എന്താ പറയാ, ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നില്ല, ഒരു ബെനവലൻസ് ആ നിലയ്ക്ക് ഒരു ബെനവലന്റ് ഓട്ടോക്രാറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ആ നിലയ്ക്ക് മഹാബലിക്ക് പിന്നെ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഈ മൂന്ന് മാവേലികളും മലയാളികളുടെ മാവേലി സങ്കല്പത്തെ വലിയൊരളവിൽ പൊളിച്ചെഴുതുന്നുണ്ട്. ഈ വിധത്തിൽ കൂടെ പൊളിച്ചെഴുതട്ടെ, ഇവര് പുഞ്ചിരിക്കട്ടെ, അവരുമായിട്ട് ജോക്സ് ഷെയർ ചെയ്യട്ടെ. അങ്ങനെ ഒരു പുതിയ മഹാബലി സങ്കല്പം മലയാളിക്ക് ഉണ്ടാവട്ടെ. അതിന് നിങ്ങൾ കാരണക്കാരാവട്ടെ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഈ വേഷം എല്ലാ വർഷവും ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കേണ്ട കാര്യമില്ല. കാര്യം പുതിയ ആൾക്കാർ ഇതിലോട്ട് വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം ഇവിടുത്തെ ഗൾഫിലെ ജീവിതം എന്ന് പറയുന്നത് ഒരാളുടെ വിസയും ഒരു സ്ഥിരതയുള്ളതല്ല, ഏത് സമയത്തും മാറാം. ഇപ്പം എനിക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാവേലി വിസയൊന്നും കിട്ടൂല ഇവിടെ. അപ്പം വേറെ ഒരു വ്യക്തി വരുന്നത് നല്ലത് തന്നെയാണ് എപ്പോഴും. നാട്ടിലുള്ള മാവേലി സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വളരെ നല്ല രീതിയിൽ പോകുന്ന നിങ്ങൾ ഇനി അടുത്ത വരുന്ന മാവേലിക്ക് ഇന്ന് നമ്മൾ പഠിച്ചെടുത്ത പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം എന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ എന്ത് പറയും? എന്താണ് മാവേലി? ബി സിമ്പിൾ, ബി റോയൽ. നമ്മൾ നമ്മുടെ അതിൽ വിട്ട് നിൽക്കരുത്. ലൈക്ക് യു ആർ എ കിങ്, ആക്ട് ലൈക്ക് എ കിങ്, ബി എ കിങ്. ദാറ്റ്സ് ഇറ്റ്. അത് ഓരോ ആൾക്കാർക്കും അത് സൂട്ട് ചെയ്യുന്ന കാര്യമല്ലേ? എല്ലാവരും നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ രാജാവ് എന്ന് പറയുന്നത് അല്ല. ഈ ഒരു വേഷം കെട്ടുമ്പോൾ അതിനോട് നീതി പുലർത്തണം. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് മലയാളിയുടെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവരുത്. കുറഞ്ഞ പക്ഷം ഈ വേഷത്തിലിരിക്കുമ്പോൾ എങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത ഒരു വേഷം താങ്കൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു. മാവേലിമാരോട് പറയാനുള്ള ആ സന്ദേശം? ഇല്ല, സന്ദേശമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങളുടെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക, അതുമാത്രം. അതായത് കള്ളത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചാൽ അതാണ് നല്ലത്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂട്ടുകുടുംബമായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ഓണത്തിന് അതിൻ്റേതായ മാഹാത്മ്യം ഉണ്ടായിരുന്നു. ഇന്ന് പല വീട്ടിലും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കൾക്ക് സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അവരുടെ ഓണം ഇവിടെ കഴിയും, അവരവിടെ എന്തെങ്കിലും വെച്ച് കഴിക്കും. അത്തപ്പൂടലോ ഇതൊന്നും വളരെ കുറഞ്ഞു വരെയാണ്. അപ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് ഇനി വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ മാവേലിയുടെ സങ്കല്പം അല്ലെങ്കിൽ ഓണത്തിൻ്റെ സങ്കല്പം ഇതെല്ലാം പ്രവാസിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാണുന്നതിൽ എന്താണ് ഒരു കവി എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു മലയാളി എന്ന രീതിയിൽ മാവേലി സങ്കല്പത്തിനെയും ഈ പ്രവാസി ഓണാഘോഷത്തിനെ കുറിച്ചും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു പതിറ്റാണ്ട് കാലം മറുനാടൻ മലയാളിയായി കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ആ ഘട്ടത്തിലൊക്കെ ഈ മറുനാടൻ മലയാളിയെക്കുറിച്ച് ഒരു കഥ കേൾക്കുമായിരുന്നു. ആ കഥ ഇതാണ്: ഈ കുപ്പിഭരണിക്കുള്ളിലകപ്പെട്ട ഞണ്ടുകളെ പോലെയാണ് മറുനാടൻ മലയാളികൾ എന്നാ പറയുക.
അതിൻ്റെ പ്രത്യേകത ഞാൻ പറയാൻ നിങ്ങൾക്കറിയായിരിക്കും. കുപ്പിഭരണിയുടെ മിനുസമാർന്ന ഈ ഭിത്തിയിലൂടെ ഏതെങ്കിലും ഒരു ഞണ്ട് വളരെ പണിപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വക്കോളം കയറി എത്തിയാൽ മറ്റൊരു ഞണ്ട് അതിനെ വലിച്ച് താഴെയിടും. പിന്നീട് ഈ രണ്ടാമത്തെ ഞണ്ടിൻ്റെ ഊഴമാകും കയറാൻ. അപ്പോൾ അത് വളരെ പണിപ്പെട്ട് വക്കോളം എത്തുമ്പോൾ ആദ്യത്തെ ഞണ്ട് ഇതിനെ വലിച്ച് താഴെയിടും. അങ്ങനെ ഏതെങ്കിലും ഒരു തീന്മേശ മേലെ എല്ലാ ഞണ്ടുകളും പോയി ഒടുങ്ങും എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ സങ്കല്പത്തെ ആകെ മാറ്റിമറിച്ച് എടുക്കുന്നതിൽ വളരെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ശരിക്കും ഗൾഫ് മലയാളികളാണ്. ഗൾഫ് മലയാളികളും ഗൾഫിലുള്ള വ്യത്യസ്ത സംഘടനകളുമാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു കരുതൽ, ഇപ്പോൾ കൺസേൺ ഫോർ ദി അതർ എന്ന് പറയും, അവരനെക്കുറിച്ചുള്ള കരുതൽ, അതാണ് സംസ്കാരത്തിൻ്റെ സാരസത്ത എന്ന് പറയുന്നത്. ഈ ഒരു കൺസേൺ ഇതുപോലെ ഉള്ള സംഘടനകൾ അധികമില്ല, കേരളത്തിൽ പോലും ഇല്ല എന്ന് പറയാം. സ്നേഹം, വിനയം, മനുഷ്യത്വം ഇതൊക്കെ മലയാളത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ച ഒരു പാഠപുസ്തകമാക്കി മാറ്റുന്നുണ്ട് ഗൾഫ് മലയാളികൾ. അങ്ങനെ പഴയ ആ കഥ പൊളിച്ചെടുക്കുന്നു, പുതിയ ഒരു ചരിത്രം എഴുതുന്നു മറുനാടൻ മലയാളികൾ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ഈ ഓണാഘോഷത്തെയും ഇവിടുത്തെ ഈ മാവേലി വേഷത്തെയും ഒക്കെ ഞാൻ കാണുന്നത്. കേരളത്തിന് പല തലങ്ങളിലായിട്ട് വലിയ വിലപ്പെട്ട സന്ദേശങ്ങൾ മറുനാടൻ മലയാളി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ജീവത്തായ സാഹിത്യം ഇന്നുണ്ടാകുന്നത് ഈ മറുനാടൻ മലയാളിയിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഈ ഗൾഫ് മലയാളികളിൽ നിന്നാണ്. നല്ല പൊള്ളുന്ന ജീവിതം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാഹിത്യം, ജീവിതത്തിൻ്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റി അങ്ങനെ ഒപ്പിയെടുക്കുന്ന തരത്തിലുള്ള സാഹിത്യം, അങ്ങനെയുള്ള സാഹിത്യം അടക്കം മുമ്പോട്ട് വയ്ക്കുന്നത് മലയാളിയാണ്. മലയാളിയുടെ ജീവിതം, മറുനാടൻ മലയാളിയുടെ ജീവിതം തന്നെ കേരളത്തിലെ മലയാളിക്ക് മുമ്പിൽ വലിയൊരു പാഠമാകുന്നു. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ ഓണാഘോഷവും അതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയും ഒക്കെ നടക്കുന്നത്. എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ മഹാബലിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ മഹാബലിയുടെ ജീവിതം നൽകുന്ന ഏറ്റവും വിലപ്പെട്ട പാഠം അധികാരം എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുമ്പോഴല്ല, അത് ത്യജിക്കുമ്പോഴാണ് മഹത്വമുള്ളതാവുന്നത് എന്ന ഒരു പാഠമാണ്. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചു കണ്ട പാഠമാണ്. എപ്പോഴും നമ്മളിങ്ങനെ കൂടുതൽ അധികാരങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ വ്യഗ്രതയാണ് നമ്മളെ നയിക്കുന്നത്. എല്ലാം പിടിച്ചടക്കാനുള്ളൊരു ഭൗതിക ജീവിത വ്യഗ്രതയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നുമല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. സർവ്വലോകവും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ മനുഷ്യ നിനക്കെന്ത് എന്ന ഒരു ചിന്ത, അത് ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് ഉണർത്തിയെടുക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഉണർത്തിയെടുക്കുന്നതിന്, നമ്മുടെ മനസ്സിനെ ഒന്ന് നവീകരിച്ചെടുക്കുന്നതിന്, ശുദ്ധീകരിച്ചെടുക്കുന്നതിന് ഇതുപോലെയുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനമാകുന്ന ഇതുപോലെയുള്ള ആഘോഷങ്ങളും ഒക്കെ സഹായകരമാകും. മാവേലിക്കത്ത്, കവി ശ്രീ പ്രഭാവർമ്മയ്ക്കത്ത്, മാവേലി നാടിൻ്റെ ഓർമ്മ അത് കടന്ന കാലത്തിൻ്റെതല്ല, ഇനി വരാനിരിക്കുന്ന ഒരു മനോഹരമായ ഒരു കാലത്തിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുന്നു. സാൻഫോർട്ടി ടോക്കിൽ ഇറ്റ്സ് മീ ഫിസ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.